ഹായ്, ഏകദേശം ഒരു 600 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ട് വന്ന വണ്ടിയാണ്. ഞങ്ങൾ വട്ടവട, മൂന്നാർ, കട്ടപ്പനയൊക്കെ പോയിട്ട് വന്ന വഴി. അപ്പോൾ ഈ ചെറിയ ഒരു വണ്ടീനെ കുറിച്ചുള്ള ഒരു ചെറിയ റിവ്യൂ, ഇത്രയും കംഫർട്ട് വരുന്ന ഒരു വണ്ടീനെ കുറിച്ചുള്ള ചെറിയ റിവ്യൂ തരാൻ വേണ്ടിയിട്ടാണ്. കാരണം വേറെ ഒന്നുമില്ല, നമ്മളിൽ പലർക്കും ആഗ്രഹം കാണും ചിലപ്പം ഒരു ടൂറ് പോകണം, അല്ലെങ്കിൽ ഒരു വൺ ഡേ ട്രിപ്പ് പോകണം, അല്ലെങ്കിൽ കുറച്ച് ദിവസമൊക്കെ ഒരു ട്രിപ്പ് പോകണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ പലർക്കും ചിലപ്പോൾ ഒരു ഇതുണ്ടാവും. കാരണം എനിക്ക് വലിയ വണ്ടിയിൽ, വലിയ ടോർക്കുള്ള വണ്ടിയിൽ, എനിക്ക് ഹിമാലയനോ ബുള്ളറ്റോ അങ്ങനെ ഇല്ലാത്ത കുറേ പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടൂറ് പോകാതെ കുറേ പേരുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണക്കാർക്ക് പോയി വരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വണ്ടി എനിക്കിതാണെന്ന് പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നേരത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ഒരു CD ഡീലക്സ്. ഈ ഹീറോ ഹോണ്ടയുടെ CD ഡീലക്സ് ഉണ്ട്. ഞങ്ങൾക്ക് അതുകൊണ്ടൊക്കെ പോകാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ അത് കുറച്ച് പഴയ വണ്ടിയായിരുന്നെങ്കിലും വണ്ടി നല്ല വണ്ടിയാണ്. ഇപ്പോഴും അത് നല്ല പക്കയായിട്ട് തന്നെ ഓടുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ അതവിടെ നിൽക്കട്ടെ. പക്ഷേ അതിനുശേഷം ഞാൻ ഈ വണ്ടി എടുത്തത് ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രം എടുത്തത്. പക്ഷേ ഞങ്ങൾക്ക് അപ്പോൾ ഉറപ്പുണ്ടായിരുന്നില്ല ഇതിനു വേണ്ടി നമുക്ക് പോകാൻ പറ്റുമോ, എത്രത്തോളം അത് സക്സസ് ആവുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ഞാനിത് എടുത്തിട്ട് ഞാനിത് കുറേ സ്ഥലത്ത് ഞാനും വൈഫും കൂടെ ഞാൻ പോയി, ഒരുപാട് സ്ഥലത്ത് ഞാൻ പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത് ഞങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പോയി വന്നത് പറയാനുള്ളത്, ഞങ്ങൾ ആദ്യം വാഗമണ്ണ് പോയി. വാഗമണ്ണിൽ നിന്ന് നേരെ ഏലപ്പാറ ടു കട്ടപ്പന ടു രാമക്കൽമേട് ടു മൂന്നാർ ടു വട്ടവട. ഈ എല്ലാ സ്ഥലത്തും ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടാണ് പോകുന്നത്. ഏറ്റവും നല്ല കംഫർട്ടുമായിരുന്നു, നല്ല മൈലേജും അത്യാവശ്യം. നിങ്ങൾക്കറിയാൻ പറ്റും, ഈ വട്ടവടയിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓഫ് റോഡുകൾ മാത്രമുള്ളൊരു സ്ഥലം. പഴത്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് നല്ല ഓഫ് റോഡുകളാണ് അതിനുള്ളത്. പക്ഷേ വളരെ ബുദ്ധിമുട്ടി മാത്രമേ നമുക്ക് വലിയ വണ്ടികൾ തന്നെ കയറി പോകുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോയിട്ട് എനിക്ക് വളരെയേറെ സംതൃപ്തി തന്നൊരു വണ്ടിയാണ്. അപ്പം ഈ വണ്ടിയെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞിട്ട് ഒരു റിവ്യൂ തരുന്നതല്ല, അത് എനിക്കും ആരും ഒന്നും തന്നിട്ടല്ല. പക്ഷേ ഒരു ചെറിയ ബഡ്ജറ്റിൽ വണ്ടി എടുത്തിട്ട്, ഒരു പുതിയ വണ്ടി എടുത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു വണ്ടിയാണ്. ഏറ്റവും ചിലവ് കുറച്ച രീതിയിൽ നമുക്കത് പോയിട്ട് വരാനും പറ്റും. നല്ല മൈലേജും തരും, അത്യാവശ്യം നല്ല ടോർക്കും ഉണ്ട്, നല്ല കംഫർട്ടുമാണ്. അപ്പോൾ ചെറിയ സ്വപ്നങ്ങളുമായിട്ട് കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ ടൂർ പോകാൻ പറ്റുന്നില്ല, ചെറിയ വണ്ടി മാത്രമേ എനിക്കുള്ളൂ, അതുകൊണ്ട് പോയി വരാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ വണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. വേറൊന്നും കൊണ്ടിട്ടല്ല, നമ്മുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നമ്മൾ മാറ്റിവെക്കേണ്ട കാര്യമില്ല, ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.